വിജയത്തിന് വേണ്ടി അതോടൊപ്പം ഭൗതികമായ ജീവിതത്തിൽ ഉഹറവിയാവുന്ന ജീവിതത്തിലേക്ക് ആവശ്യമാവുന്നതായ മാർഗദർശനങ്ങൾ ചെയ്യാൻ വേണ്ടി, നമ്മളെ വിശ്വാസത്തിനെ ശരിപ്പെടുത്താൻ വേണ്ടി, നമ്മളെ പ്രവർത്തനങ്ങളെ ശരിപ്പെടുത്താൻ വേണ്ടി, നമ്മളെ ആചാരങ്ങളെ ശരിപ്പെടുത്താൻ വേണ്ടിയൊക്കെ ഇവിടെ സ്ഥാപിക്കപ്പെട്ടതായ ഒരു സ്ഥാപനമാണ് സമസ്ത കേരള, ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. മഹാന്മാരാവുന്ന വടക്കൽ മുല്ലക്കോയ തങ്ങൾ, പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പറവണ്ണ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ തുടങ്ങി മഹാന്മാരാവുന്ന വലിയ വലിയ പണ്ഡിതന്മാർ അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്നത്, വടക്കൽ മുല്ലക്കോയ തങ്ങൾ അടക്കമുള്ള വലിയ വലിയ പണ്ഡിതന്മാർ അവർ സ്ഥാപിച്ചു. മഹാനാവുന്ന ശൈഖുനാ ശംസുൽ ഉലമയെ പോലെ ലോക വിശ്വപ്രശസ്തനാവുന്ന പണ്ഡിതൻ അവരുടെ കൈകളിലേക്ക് അത് വന്നു ചേർന്നു. അവർ അടിസ്ഥാനപരമായി ഈ സ്ഥാപനത്തിനെ, ഈ സംഘടനയെ ഒരുപാട് വളർത്തി. ആ വളർച്ചയുടെ ഒരു തണലിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഭരണഘടന പരിശോധിച്ചാൽ ഭരണഘടനയിൽ കാണാം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെയുള്ള വിദഗ്ധ ആശയങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. വിദഗ്ധ ആശയങ്ങൾ, കള്ള തരീഖത്തുകൾ മുസ്ലിം ഉമ്മത്തിൻ്റെ വിശ്വാസത്തിൻ്റെയും മുസ്ലിം ഉമ്മത്തിൻ്റെ ആചാരാനുഷ്ഠാന കർമ്മങ്ങളെയൊക്കെ വികലമായി ചിത്രീകരിച്ചു കൊണ്ടിട്ട് അതിൽ വേണ്ടാത്തത് കടത്തി കൂട്ടിക്കൊണ്ടിട്ട് അല്ലെങ്കിൽ ഉള്ളതിനെ ചുരുക്കിക്കൊണ്ടിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന സംഘടനകളാണ് ബിദ്അഈ സംഘടനകൾ. ആ ബിദ്അഈ സംഘടനകൾക്കെതിരിൽ ശക്തമായ പ്രതിരോധമായി കൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ വന്നത്. അതുതന്നെയാണ് മഹാന്മാരാവുന്ന ഉസ്താദന്മാരൊക്കെ പറയൽ. അന്നത്തെ കാലഘട്ടത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശക്തമായ ഇടപെടലുകൾ ഇല്ലെങ്കിലും ബിദ്അഈ പ്രസ്ഥാനങ്ങളുടെ അവർ കൊളുത്തിവിട്ട ഈ തീ കാട്ടുതീ പോലെ പടർന്ന് പന്തലിച്ച് ഇവിടുത്തെ ജനങ്ങൾ മുഴുവനും അതിലടിമപ്പെടുകയും യഥാർത്ഥ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തെയും ആചാരത്തെയും അനുഷ്ഠാനത്തിനൊക്കെ അതിന് കഴിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അന്ന് ജീവിച്ചിരുന്ന മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ ഒറ്റക്കായിക്കൊണ്ടും കൂട്ടമായിക്കൊണ്ടൊക്കെ ഫത്വകൾ പുറപ്പെടുവിച്ചു. മാത്രമല്ല ഇവരുടെ വികലമായ ആശയങ്ങളെ മുഴുവനും തുറന്നു കാട്ടി. മഹാനാവുന്ന വടക്കൽ മുല്ലക്കോയ തങ്ങളടക്കമുള്ള പണ്ഡിതന്മാരൊക്കെ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ അവരുടെ കാലഘട്ടത്തിൽ ആണ് ശക്തമായ അതിന് പ്രതിരോധം നടന്നത്. അതിനുവേണ്ടി മഹാനാവുന്ന പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാരെ പോലുള്ള മഹാന്മാരൊക്കെ ശക്തമായി പ്രവർത്തിച്ചു. അതിൻ്റെ ഒരു ഗുണമാണെന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിധേയ ആശയങ്ങൾ, കള്ളത്തരീഖത്തുകൾ. ഇവിടെ പല കള്ളന്മാരും തരീഖത്തുകൾ ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും, പലരും വന്ന് കൂടിയിട്ടുണ്ടാവും. വലിയാണ് മറ്റതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കോമാളിത്തരങ്ങളും അവർ കാണിക്കും. നമുക്ക് തോന്നും ഇതൊക്കെ വളരെ സംഭവങ്ങളാണ്, വലിയതാണെന്ന്. ശൈത്താനെ സേവിച്ചവരായിരിക്കും ചിലർ. അത്ഭുതം കാണിക്കൽ അല്ലാഹുവിൻ്റെ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും പണി മാത്രമല്ല, അത്ഭുതം പലർക്കും കാണിക്കാൻ കഴിയും. ശൈത്താനെ സേവിച്ചവരിവിടെ പല അത്ഭുതം കാണിക്കും. അവൻ്റെ അടുത്ത് എന്നുമ്പോൾ അവൻ്റെ കൂടെ ശൈത്താൻ ഉണ്ടാവും. ആ ശൈത്താനായിരിക്കും പല അത്ഭുതങ്ങളും കാണിക്കാൻ. കങ്കട്ട് മാസ്മരീസൊക്കെ പഠിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും. നമ്മൾ കല്ലായിപ്പാലം വിഴുങ്ങിയെന്ന് പറഞ്ഞില്ലേ, ഒരുത്തം വന്ന് കല്ലായിപ്പാലം ഞാൻ വിഴുങ്ങുന്നു പറഞ്ഞു. ഓ കല്ലായിപ്പാലം വിഴുങ്ങി അവർ തലക്കിന് നാവ് തൊട്ട് കൊടുക്കുക. ജനങ്ങളൊക്കെ നോക്കുമ്പോൾ കല്ലായിപ്പാലം ഒന്നായിട്ട് വിഴുങ്ങി. അപ്പം മുകളിൽ തീയുണ്ടായിരുന്നു. തീയെന്ന് പറഞ്ഞാൽ തേങ്ങടാൻ കയറിയാണ്. അവനെ ഇവൻ കണ്ടിട്ട് ചെയ്തു. അവൻ പറഞ്ഞ് മുകളിൽ വിളിച്ചു പറഞ്ഞു വിഴുങ്ങിയിട്ടില്ല. അവർ തല്ലിനെ അവൻ്റെ പല്ലിച്ച് കടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇപ്പം മേപ്പെട്ട് നോക്കുന്നത്. ഈ അവിടെ ഉണ്ടായിരുന്നില്ലേ, എന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവൻ തെങ്ങിൻ്റെ ഒപ്പം വെള്ളമായിട്ട് കാണിച്ചു കൊടുത്തു. അപ്പം ഇവനക്ക് തോന്നി തളപ്പൊന്നും വേണ്ട, അങ്ങോട്ട് ചാടിയാൽ മതി, വെള്ളത്തിൽ ഇറങ്ങിയതായാലും പണി ചെയ്യാൻ ചെയ്യുന്ന സമയമാണ്, അപ്പം ഒന്ന് കുളിച്ച് കയറാമെന്ന് വിചാരിച്ചു.
ഓൻ വെള്ളത്തേക്ക് ചാടി, വെള്ളത്തേക്കല്ല ചാടിയത്, ഭൂമിക്കാണ്. ഓൻ വീണു, അവൻ്റെ കൈ മുറിഞ്ഞു, കാല് മുറിഞ്ഞു, പിന്നെ ഓൻ പണി ചെയ്തു. അപ്പൊ അത് അത്ഭുതങ്ങൾ പലർക്കും കാണിക്കാൻ കഴിയും, അത്ഭുതങ്ങൾ പിന്നിൽ പോവല്ല വേണ്ടത്. അപ്പൊ മഹാന്മാരാവുന്ന ഔലിയ ഒക്കെ അവരൊക്കെ ഇസ്തിഖാമത്തിന് മേൽ ശരീഅത്തിന്റെ ശരിയായ റൂട്ടിൽ കൂടി ജീവിച്ചവരായി. മഹാനാവുന്ന ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ അവര് ഒരു വലിയ എന്ന് പറയപ്പെടുന്ന ഒരുത്തനെ കാണാൻ ചെന്നപ്പോൾ അങ്ങനെ മഴന്നു കിടന്ന് കിബിലിന്റെ ഭാഗത്തേക്ക് തുപ്പുകയാണ്. അത് മൂപ്പര് പോകുന്നുണ്ട്, മൂപ്പരൊപ്പമുള്ള മൂപ്പര് ശിഷ്യന്മാരും പോകുന്നു. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഇയാൾ വലിയ ആളാന്നൊക്കെ പറഞ്ഞു കേട്ടില്ല, ഇയാളെ കാണാൻ നിങ്ങൾ വന്നതല്ലേ? ആരെ? ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ഷെയ്ഖു തായിഫത്ത് എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ഈ തസവൂഫിന്റെ വലിയ ഷെയ്ഖ് കൂടിയാണ്. ആ മൂപ്പര് പറഞ്ഞു, ഇന്നഹു, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാണിക്കേണ്ട ഒരു അദബാണ് ഖിബിലിന്റെ ഭാഗത്തിൽ ബഹുമാനിക്കാന്ന് പറയുന്നത്. ആ ഭാഗത്തേക്ക് തുപ്പാൻ പാടില്ല, അത് ഉപ്പിന് നല്ലതല്ല. മഹാനാവുന്ന കണ്ണി പുസ്തകമൊക്കെ വയ്ക്കുക, ആ ഭാഗത്തേക്ക് തുപ്പാൻ വേണ്ടി ജനൽ തുറന്നു കൊടുത്തവരോട് അവർക്ക് തുപ്പില്ല, തുറന്നു കൊടുത്തവരെ പിടിച്ചു. മറ്റു ഭാഗങ്ങളും അതൊക്കെ ശരിക്ക് അതിനെപ്പറ്റി പഠനം നടത്തി സംസ്ഥകളുടെ ജീവിതത്തിലും പലതും എതിർത്തിട്ടുണ്ട്. അപ്പം ആ നിലയ്ക്ക് മുസ്ലിം ഉമ്മത്തിൻ്റെ വിശ്വാസവും ആചാരങ്ങളും അവരുടെ പിന്നെ കർമ്മങ്ങളൊക്കെ ശരിപ്പെടുത്തിക്കൊണ്ട് ആഖിറത്തിൽ അവർക്ക് എന്താകുക, വാഗ്ദാനം ചെയ്യപ്പെട്ട സുഖത്തിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക. അതിനുവേണ്ടി ആ സമസ്തകളുടെ ജമീയത്തും നമ്മുടെ നിലകൊണ്ട് മറ്റ് ഭൗതികമായ ഒരു താല്പര്യവും സമസ്തകളുടെ ജമീയത്തില്ല. അതിന്റെ മുമ്പ് തന്നെ മഹാന്മാരാകുന്ന ഉസ്താദന്മാർ എഴുതി വെച്ചിട്ടുണ്ട്, വിദ്യാഭ്യാസത്തിന് ആത്മീയമാകുന്ന വിദ്യാഭ്യാസത്തിനു വേണ്ടി പ്രവർത്തിക്കണം. അതിന് അതോടുകൂടെ തന്നെ ആവശ്യമാകുന്ന ഭൗതികമാകുന്ന വിദ്യാഭ്യാസങ്ങളും. അപ്പൊ സമസ്തയുള്ള ജമീയത്തുൽ അങ്ങനെ ഈ രണ്ട് വിദ്യാഭ്യാസത്തിലേക്ക് അങ്ങനെയാണ് അമ്പിയാക്കൻ വാന്റെ മാതമല്ല അസ്മാനില്ല എന്നല്ലേ ലോകത്തുള്ള എല്ലാ ടെക്നോളജിയും ആദനബിക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കും. ആ ടെക്നോളജിയാണ് ആദനബിന്റെ മക്കളാവുന്ന അമ്പിയാക്കന്മാരൊക്കെ ഉപയോഗിച്ചത്. ഇന്ന് കാണുന്ന ശാസ്ത്രം പുരോഗമിച്ച് വികസിപ്പിച്ചെടുത്ത പല കാര്യങ്ങളും അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ ഉപയോഗിച്ചില്ലേ. അവര് സുലൈമാൻ നബി പിന്നെ ബിൽഖീസിന്റെ കൊട്ടാരത്തിലുള്ള കട്ടിൽ കൊടുത്തത് എങ്ങനെ, റസൂൽ മിഅ്റാജിന് പോയത് എങ്ങനെ, മറ്റു വാർത്താ അന്നീന്റെ കുറെ ദിവസം മുമ്പ് റസൂൽ പറയാൻ തുടങ്ങി, എഴുത്തിക്കും വായിബിന് ഹുജുർ മിൻ അഹ്ലിൽ യമൻ, യമന്റെ അധികാരപ്പെട്ട വായിബിന് ഹുജുർ അയാളെ സ്വീകരിക്കാൻ തയ്യാറായിക്കോളി. യുദ്ധത്തിലുള്ള സംഭവം റസൂൽ മദീനത്തിൽ നിന്ന് സഹാബത്തിന് പറഞ്ഞു കൊടുത്തത്, അന്നവൻ മരിച്ചു, ഇന്നവൻ മരിച്ചു, ഇന്നവനെ കൊല ചെയ്യപ്പെട്ടു, മറ്റവൻ അതാ നേതൃത്വം വീണുമൊക്കെ. ഇതൊക്കെ എങ്ങനെ? അത് ഒരു ടെക്നോളജി തന്നെയാണ്. അത് ഇലാഹിയായ ടെക്നോളജിയാണ്, ഈമാനെ വളർത്തിയെടുത്തുകൊണ്ടിട്ട് ഉപയോഗിച്ച ടെക്നോളജികൾ. അങ്ങനത്തെ ടെക്നോളജി ഇന്നുണ്ട്. അത് ശാസ്ത്ര സാങ്കേതിക ടെക്നോളജികളാണ്. അപ്പോൾ മഹാന്മാരാണ് ആദനബിക്ക് അള്ളാഹു എല്ലാ ജന്മവും പഠിപ്പിച്ചു കൊടുത്തു. അത് ആദനബിന്റെ മക്കളിലേക്കും പോകുന്നു. അത് ചില ആളുകൾ അത് ഇലാഹിയാവുന്ന ആ ഒരു മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തി. അതാണ് ഔലിയാക്കന്മാരും അമ്പിയാക്കന്മാരൊക്കെ ചെയ്യുന്നത്. ഇലാഹിയാവുന്ന ഭൗതിക ടെക്നോളജി ഉപയോഗിക്കാതെ ഇലാഹിയാവുന്ന ടെക്നോളജി ഉപയോഗിച്ചു പോകും. അതിന് ഈമാനെ അതിന് വലിയ പണിയാണ്. അത് ഞാൻ ഇപ്പോൾ അതിലേക്കൊന്നും കിടക്കില്ല. ഈമാനെ വികസിപ്പിച്ചെടുക്കണം. അന്നിട്ടുള്ളൊരു വളർച്ച എടുത്തിട്ട് ഉണ്ടാവുമ്പോഴേ അവനക്ക് അങ്ങനത്തെ ടെക്നോളജി ഒക്കെ ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ നമുക്കൊക്കെ ഇപ്പോൾ എന്നാൽ ഭൗതിക ടെക്നോളജി ഇപ്പം നമുക്ക് അജിന് പോകണോ, കരിപ്പൂർന്നോ, അല്ലെങ്കിൽ പിന്നെ കണ്ണൂരിന്നോ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തുനിന്നോ, അല്ലെങ്കിൽ നെടുമ്പാശ്ശേരിന്നോ പ്ലെയിനിന് പോകണം. നമുക്ക് ഇവിടുന്ന് പറന്നെടുത്താൻ കഴിയുമോ? ഇല്ല. പറന്നെത്തിയില്ലേ മഹാന്മാർ. അത് അവർ വേറൊരു ടെക്നോളജിയാണത്. അത് പിന്നെ അത് ഇലാഹിയായ ഒരു ടെക്നോളജിയാണ്. അപ്പം എല്ലാ അറിവും ആധുനിക പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് വയലം ആദമല്ല അസ്മാവില്ല. ഈ ലോകത്ത് ഇനി വരാൻ പോണത് അവരെ കാലഘട്ടത്തിലുള്ളത് ഇനി ഏതെല്ലാം പുതിയ ടെക്നോളജി ഇവിടെ വരുന്നുണ്ടോ അതിനൊക്കെ ബഹുമാനപ്പെട്ടവർക്ക് പഠിപ്പിച്ചു. അതിൽ നിന്ന് വികസിപ്പിച്ചെടുക്കുകയാണ് ഇപ്പോഴത്തെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ചെയ്യണം. അപ്പം എന്തോ ആവട്ടെ, അങ്ങനത്തെ വിദ്യാഭ്യാസത്തിലേക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള ഭരണഘടന വിഭാഗം അങ്ങനെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്ത് കേരളത്തിൽ പുറത്തും ഇസ്ലാമിക്
വല്ലാത്ത പ്രവർത്തനം. അപ്പോ ആ നിലക്ക് 1700 ജില്ലാ സെക്കൻഡ് ഒരുപാട് അറബിക് പണ്ഡിതകൾ ഇതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അതിൽപ്പെട്ട് ഒന്നാണ് ഇപ്പോഴത്തെ പുതിയ SNAC എന്ന് പറഞ്ഞ സംവിധാനം. അത് 10ഓളം കോളേജുകൾ ആദ്യ പുതിയ ജില്ലാ കോളേജുകൾ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അൽ ഇസ്ലാമിക് സ്കൂൾ, അത് തന്നെ ഒരുപാട് സ്ഥാനങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തും അപേക്ഷകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കേരളത്തിലെ ചില രാജ്യങ്ങളിലും ഈ സിലബസുകളുള്ള സ്കൂളുകളാണ്. പിന്നെ സമസ്തകളുടെ ജമീയത്തുൽമക്ക് തന്നെ വേറെ വിദ്യാഭ്യാസ പദ്ധതികൾ, വേറെ അനുസരിച്ചിട്ടുള്ള. അപ്പൊ അതുകൊണ്ട് സമസ്തകളുടെ ജമീയത്തുൽമ അതിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ അതിന്റെ സംവിധാനങ്ങളിൽപ്പെട്ട ഒരു സംവിധാനം തന്നെയാണ് സ്കൂളിലേക്ക് അവർ നിശ്ചയിക്കണം, അതിന്റെ കമ്മിറ്റി നിശ്ചയിക്കണം, കുറെ സൗകര്യങ്ങളൊക്കെ വേണം. അതൊക്കെ നമ്മൾ പരിഗണിച്ചിട്ടുണ്ടാവും. എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല. എങ്ങനെയാണ് അവരുദ്ദേശിക്കുന്ന ഭൗതിക സൗകര്യങ്ങളൊക്കെ, എത്ര ടോയ്ലറ്റ് വേണം, എത്ര ക്ലാസ് റൂമിന്റെ വലിപ്പം എത്ര വേണം, ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികൾ വേണമെന്നൊക്കെ അതിന്റെ പ്രത്യേക ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി നമ്മളൊക്കെ ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ, പക്ഷെ കമ്മിറ്റി ഉണ്ട്. അപ്പം അതിന്റെ പിന്നെ കേരള അടിസ്ഥാനത്തിലുള്ള ഉദ്ഘാടനം അടുത്ത 3-ാം തീയതിയാണ് ബാങ്കിൽ വെച്ചുകൊണ്ട് നടത്തപ്പെട്ടാണ്. ഇതിന് ഉദ്ഘാടനം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തോ ആവട്ടെ, ആ നിലക്ക് എല്ലാ മേഖലയിലും പിന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഇതിനൊക്കെ ഉള്ള സംവിധാനങ്ങളോടുകൂടി ഇതിൻ്റെയൊക്കെ പിന്നെ അതിലേക്കൊക്കെ വലിയ ദീർഘമായ വിശാലമായ കാഴ്ചപ്പാടുള്ളവരെ ഇത് മുൻഗാമികളാവുന്ന നമ്മളെ പണ്ഡിതന്മാർ. അന്ന് അവരതൊക്കെ ഭരണഘടനയിൽ എഴുതിയപ്പോൾ അന്ന് ഇങ്ങനത്തെ ഒന്നുകൂടി നമ്മൾ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമല്ല. അപ്പം നമുക്ക് മനസ്സിലായി അവരാ എഴുതിയതിൻ്റെ കാര്യം ഇതൊക്കെയാണ്. അപ്പം ആ നിലക്ക് നമ്മളെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം. കുട്ടികൾ വിദ്യാഭ്യാസം കൊടുത്ത് കുട്ടികൾ മോശമാവാൻ പാടില്ല. അതുകൊണ്ടാണ് ആത്മീയതയിൽ അധിഷ്ഠിതമായ നിൽക്കാവണം വിദ്യാഭ്യാസം. അതായത് കുട്ടികളൊക്കെ നാശമായി കളപ്പൊന്നായിട്ട് അങ്ങനെയുള്ളൂ. കുട്ടികളൊക്കെ വാപ്പാക്ക് വഴിപ്പെടാതെ, ഉമ്മാക്ക് വഴിപ്പെടാതെ, വലിയവർക്ക് വഴിപ്പെടാതെ, ആരെയും ബഹുമാനിക്കണ സ്വഭാവമില്ല, ആരോടും എന്തും പറയാം, അങ്ങനത്തെ ലോകമായി കൊണ്ട് മാറിപ്പോയി. ഇതിനൊന്നും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കഴിയണത്ര നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ അവർക്ക് നല്ല മര്യാദകളൊക്കെ പഠിപ്പിച്ച്, ഇനി സ്വഭാവങ്ങളൊക്കെ പണ്ട് വാപ്പാരും വല്യാപ്പാരും ഒക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ചില നീണ്ട കാര്യങ്ങളുണ്ട്. അതൊന്നും നമ്മൾ വീട്ടിൽ നിന്നും പഠിപ്പിച്ചു കൊടുക്കണില്ല. മദ്രസ പോയി അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്കൂളിലൊക്കെ പോയി പഠിക്കുമ്പോൾ തന്നെ കുട്ടി അത് ആദ്യം പഠിക്കേണ്ട ആ സമയം കഴിയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടിട്ട് ഇതുപോലുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുക, സഹകരിക്കുക, സംഘടനകളെ ശക്തിപ്പെടുത്താൻ വേണ്ടി എല്ലാവരും തയ്യാറാവണമെന്ന്, അതിനുവേണ്ടി 100ാം വാർഷികയോട് അടുത്ത് വരികയാണ്. അതൊക്കെ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ശ്രദ്ധ ഉണ്ടാവണമെന്നും അതിലൊക്കെ നിങ്ങളൊക്കെ ഭാഗവെക്കാവണമെന്നും ഇവിടെ കൂടി എല്ലാവരോടും പ്രത്യേകം ഉണർത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സംരംഭങ്ങളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമുക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സൊക്കെ അള്ളാഹു നൽകട്ടെ. നമ്മളെ ഈ ഖിദ്മത്തുകളൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതിൻ്റെ കാര്യമുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ സമസ്തക്ക് പ്രവർത്തിക്കും. ആകൃതിയിൽ പോകുന്നുണ്ടാവില്ല പൂജ അണിക്കാൻ. നമ്മൾ നിസ്കാരം വെക്കാറുണ്ടെങ്കിൽ പൂജ അണിക്കാൻ. നിസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിനാവശ്യമാവുന്ന ഒരു അടിസ്ഥാന കാര്യങ്ങളുണ്ട്. അത് നമുക്കുണ്ടാവും. നമ്മളെ പ്രവർത്തനങ്ങൾ, ദീനിയായ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമാവുന്ന കാര്യങ്ങളിലൊക്കെ നമുക്കുണ്ടാവും. ഞാൻ അപ്പോൾ അതൊന്നും പറയുന്നു. അപ്പം ആ നിലക്ക് അള്ളാഹു സ്വീകരിക്കുന്ന അമലുകളെ കൊടുത്തതൊക്കെ അള്ളാഹു ഉൾപ്പെടുത്തി തട്ടെ. നമുക്കുള്ള ആക്രമത്തെ അള്ളാഹു ഉണ്ടാക്കി തട്ടെ. ഈമാനോട് കൂടി നമ്മളൊക്കെ എത്തിച്ചേർത്ത് അള്ളാഹു സുബ്ഹാനഹു സുഖത്തിൽ മഹാന്മാരോട് എത്തിച്ചു കൊടുത്തട്ടെ എന്ന് ദുആ ചെയ്ത് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും.